Meet the editors. ബ്രാൻഡ് അംഗീകരിച്ചോ എന്നാണ് ചോദ്യം. ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ഇന്ന് NSSനെയും മന്നത്ത് പത്മനാഭനെയും സമുദായാചാര്യനെയും അതേപോലെ തന്നെ G. സുകുമാരൻ നായരെയും ഒക്കെ പുകഴ്ത്തി രമേശ് ചെന്നിത്തല സംസാരിക്കുന്നു. രമേശ് ചെന്നിത്തല ഈ മണ്ണിലാണ് എന്ന് പറയുന്നു, ഈ NSSൻ്റെ മകനാണെന്ന് പറയുന്നു. അപ്പോൾ ഒരു പുതിയ മാറ്റത്തിൻ്റെ തുടക്കം എന്ന രീതിയിൽ പലരും അതിനെ കാണുന്നു. പക്ഷേ 11 വർഷത്തിനു ശേഷം NSS ആസ്ഥാനത്തേക്ക് എത്തുന്ന രമേശ് ചെന്നിത്തലയെ കാത്തിരുന്നത് ഒന്ന് വാർത്താ പ്രാധാന്യമുള്ള ഈ നമ്മളുടെ വാർത്തയാണ്, രണ്ട് സുകുമാരൻ നായരുടെ അകമഴിഞ്ഞ പിന്തുണയാണ്. അല്ലേ? ബ്രാൻഡ് അംഗീകരിച്ചോ? നിശ്ചയമായും രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ വലിയ രീതിയിൽ ശക്തിപ്പെടുത്തിയിരിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇന്നിപ്പോൾ അദ്ദേഹം NSS ആസ്ഥാനത്ത് നടത്തുന്ന പ്രസംഗം എന്ന് പറയുന്നത് ചരിത്രപരമായി തന്നെ പ്രാധാന്യമുള്ള പ്രസംഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം 2011 ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിമുഖം എടുക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് അന്ന് ആ മന്ത്രിസഭയിൽ അംഗമായി വരണമെന്നായിരുന്നു KPCC അധ്യക്ഷനായിരുന്ന രമേശ് ചെന്നിത്തല ആഗ്രഹിച്ചിരുന്നത്. പല കാരണങ്ങളാൽ ഉമ്മൻചാണ്ടി തന്നെയാണ് അത് തടസ്സപ്പെടുത്തിയത്. അന്ന് അദ്ദേഹം പൊട്ടിത്തെറിച്ചുകൊണ്ട് എനിക്കൊരു അഭിമുഖം തന്നിട്ടുണ്ട്. ആ അഭിമുഖത്തിലാണ് ആ വാക്ക് അദ്ദേഹം ആദ്യമായി പ്രയോഗിക്കുന്നത്, എന്നെ ഒരു നായരായി ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന്. അതിനുശേഷം പിന്നിങ്ങോട്ടേക്ക് NSSുമായുള്ള ബന്ധം നന്നായിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രാഷ്ട്രീയ രംഗത്ത് രമേശ് ചെന്നിത്തലയുടെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ NSSുമായുള്ള ബന്ധമാണെന്ന് അദ്ദേഹം ധരിക്കുകയോ തെറ്റിദ്ധരിക്കുകയോ ചെയ്യുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ എപ്പോഴും ഒരു മൃദുഹിന്ദുത്വ നേതാവായി കാണുന്നു, NSSൻ്റെ താല്പര്യങ്ങൾ നടപ്പാക്കി കൊടുക്കുന്ന കോൺഗ്രസിലെ ഒരു നേതാവായി കാണുന്നു. അപ്പോൾ എന്താ പ്രശ്നം ഉണ്ടാവുക? സ്വാഭാവികമായും മറ്റ് ഘടകകക്ഷികൾക്ക്, UDFലെ ഘടകകക്ഷികൾക്ക് അദ്ദേഹത്തെ ഒരു സംശയത്തോടെ നോക്കുന്നൊരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തെ മറികടന്നാൽ മാത്രമേ അധികാര രാഷ്ട്രീയത്തിൻ്റെ സമവാക്യങ്ങളിൽ തനിക്ക് മുന്നോട്ട് വരാൻ കഴിയൂ എന്ന് രമേശ് ചെന്നിത്തല മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം തീരുമാനമെടുത്ത് NSSുമായി ഡിസ്റ്റൻസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിക്കകത്ത് ആ നേതാവ്, അത് പ്രതിപക്ഷ നേതാവായാലും മുഖ്യമന്ത്രി ആയാലും പാർലമെൻ്ററി പാർട്ടിയാണ് അതിനെ തിരഞ്ഞെടുക്കുക, തീരുമാനിക്കുക. പക്ഷേ അപ്പോഴും അക്കാര്യത്തിലൊക്കെ ഘടകകക്ഷികൾക്ക് ഒരു സ്വാധീനമുണ്ട്. അവർക്ക് കൂടി താല്പര്യമുള്ള ഒരാളായിരിക്കും UDFൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരിക. ഇപ്പോൾ K. കരുണാകരൻ്റെ കാര്യത്തിനകത്താണെങ്കിലും AK ആൻ്റണിയുടെ കാര്യത്തിനകത്താണെങ്കിലും ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിനകത്താണെങ്കിലും അത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. അവർക്ക് വലിയ തലയെടുപ്പുള്ള നേതാക്കന്മാരാണ്. എന്നാൽ രമേശ് ചെന്നിത്തല ഒരു ബഡ്ഡിംഗ് ലീഡറാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ളൊരു ഇമേജ് വന്നപ്പോൾ പലപ്പോഴും ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് രമേശ് ചെന്നിത്തലയുമായി ഒരു അകൽച്ച ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രമേശ് NSSുമായുള്ള ഈ പറയുന്ന ബാന്ധവം ഇങ്ങനെ തുടർന്നാൽ തനിക്ക് ഗുണകരമാകില്ല എന്ന് തീരുമാനിക്കുന്നത്. നിങ്ങളോട് ഞാൻ ഒരു ഉദാഹരണം പറയാം. 1995 K. കരുണാകരൻ ഈ ISRO ചാരക്കേസിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നുണ്ട്. ആ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് കരുണാകരനെ പുറത്താക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്യപ്പെട്ട വലിയൊരു വിവാദമായിരുന്നു ISRO ചാരക്കേസ്. അത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് എയുടെ ക്യാമ്പിൽ നിന്ന്, ആന്റണി കോൺഗ്രസിൽ നിന്ന് പ്ലാൻ ചെയ്യപ്പെട്ടൊരു കാര്യവുമാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം കരുണാകരനെ അട്ടിമറിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം കരുണാകരൻ നേതൃത്വം കൊടുക്കുന്ന ഗ്രൂപ്പൊക്കെ പാർട്ടിയിൽ അതിശക്തമായിരുന്നു. എങ്ങനെയാണ് ആ അട്ടിമറി നടന്നത്? അന്ന് ലീഗിൻ്റെ നേതാക്കളെയും കേരള കോൺഗ്രസിൻ്റെ നേതാക്കളെയും എന്തിനേറെ CMPയുടെ നേതാവായിരുന്ന MV രാഘവനെ അടക്കം അന്ന് പ്രധാനമന്ത്രിയും പാർട്ടിയുടെ പ്രസിഡന്റുമായിരുന്ന നരസിംഹറാവുവിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അണിനിരത്തിക്കൊണ്ടുമാണ് കരുണാകരനെ അട്ടിമറിക്കുന്നത്. അപ്പോൾ പുറത്തു നിന്നുള്ള സമ്മർദ്ദം പലപ്പോഴും UDFൻ്റെ തീരുമാനങ്ങളെ നിർണായകമായി സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രമേശ് ചെന്നിത്തല എന്ത് ചെയ്തു? ഈ പറയുന്ന നായർ ബന്ധം, നായർ ബ്രാൻഡ് എന്ന് പറയുന്നത് തനിക്ക് ഗുണകരമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഡിസ്റ്റൻസ് ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ ഇപ്പോഴെന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ശക്തമായ ഗ്രൂപ്പ് കോൺഗ്രസിനകത്തില്ല, രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലില്ല. രമേശ് ചെന്നിത്തല കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിലും പ്രതിപക്ഷ നേതാവായി തുടരണമെന്ന് ആഗ്രഹിച്ച ആളാണ്. തുടർഭരണം വന്ന സമയത്ത് യഥാർത്ഥത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ തുടർഭരണം സംഭവിച്ചു. എന്നാൽ പല കാരണങ്ങളാൽ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരാൻ കഴിഞ്ഞില്ല. പിന്നീട് VD സതീശനാണ് വരുന്നത്. അതോടുകൂടി തന്നെ ഈ പറയുന്ന രമേശ് നേതൃത്വം കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പ് ഛിന്നഭിന്നമായി പോവുകയാണ് ചെയ്തത്. എപ്പോഴും കോൺഗ്രസിൻ്റെ ഒരു സവിശേഷം എന്ന് പറയുന്നത് ഈ അധികാരമുള്ളിടത്തേക്കാണല്ലോ പല നേതാക്കളും ഒട്ടിച്ചേർന്ന് നിൽക്കുക. ആ അർത്ഥത്തിൽ കുറേയൊക്കെ അപ്രസക്തനായി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ താൻ മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് ബോധ്യപ്പെടുന്ന ചെന്നിത്തല പലതരത്തിലുള്ള പിന്തുണകൾ പുറത്തുനിന്ന് ആർജിച്ച് കരുത്തനാകാൻ ശ്രമിക്കുന്നു. അതിലെ ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് ഇന്നത്തെ ഈ NSSുമായിട്ടുള്ള ഈ പറയുന്ന ഈ പരിപാടിയാണ്. ഈ പരിപാടിയിൽ എന്തൊക്കെയാണ് പ്രസംഗിച്ചത്? NSSനെ അദ്ദേഹം രാജ്യത്ത് തന്നെ ഏറ്റവും മതനിരപേക്ഷമായ ബ്രാൻഡായി പ്രഖ്യാപിച്ചു. ആ വാക്ക് വളരെ പ്രധാനമാണ്. കാരണം ഈ ബ്രാൻഡാണല്ലോ പ്രശ്നം. എന്നെ നായരായി ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഡിസ്റ്റൻസ് ചെയ്ത്. ഇപ്രാവശ്യം അദ്ദേഹം NSSനെ ബ്രാൻഡ് ചെയ്തു. എങ്ങനെ ബ്രാൻഡ് ചെയ്തു? ഏറ്റവും മതനിരപേക്ഷമായ ബ്രാൻഡാണ് NSS എന്ന് പറയുന്നു. അപ്പോൾ NSSൻ്റെ ജനറൽ സെക്രട്ടറി തിരിച്ചെന്താ പറയുന്നത്? NSSൻ്റെ പുത്ര
പുത്രനാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്നു. ഒരു തിരുത്തൽ വരുത്തിയെന്ന് പറയുന്നു. എന്താണ് ഈ തിരുത്തൽ യഥാർത്ഥത്തിൽ? അങ്ങനെ പറയുന്നുണ്ട് സുകുമാരൻ നായർ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഒരു തിരുത്തൽ ഞങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആ തിരുത്തൽ വരുത്തിയത് യഥാർത്ഥത്തിൽ സമുദായാചാരനായ മന്നത്ത് പത്മനാഭനാണ്, അദ്ദേഹത്തിൻ്റെ പ്രേരണയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ തിരുത്തൽ എന്താണെന്ന് പറയുന്നില്ല. പക്ഷേ നമുക്കിപ്പോൾ മനസ്സിലായെന്നതാണ്, രമേശ് ചെന്നിത്തലയായിട്ടൊരു അകലമുണ്ടായത് NSS തിരുത്തുന്നു, NSSുമായ ഒരു അകലമുണ്ടായത് രമേശ് ചെന്നിത്തല തിരുത്തുന്നു. ഈ ഇക്വേഷൻ ഇപ്പോൾ വളരെ ശരിയായി. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് എന്താണ്? SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ പിന്തുണ പ്രഖ്യാപിക്കുന്നു. അപ്പം പ്രധാനപ്പെട്ട 2 ഹിന്ദു വിഭാഗങ്ങൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ കാണാനിരിക്കുന്നത് എന്താണ്? അടുത്ത 4-ാം തീയതിയും 12-ാം തീയതിയും ലീഗിൻ്റെ 11-ാം തീയതിയും ലീഗിൻ്റെ പിന്നെ പേട്രണേജിലുള്ള 2 സ്ഥാപനങ്ങളുടെ പരിപാടികളിൽ രമേശ് ചെന്നിത്തല മുഖ്യ അതിഥിയായിട്ട് ചെല്ലുന്നു. അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ജാമിയ നോറിയ എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. അത് 4-ാം തീയതിയാണ് ആ സമ്മേളനം എന്ന് പറയുന്നത്. അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സാദിഖ് അലി തങ്ങളാണ്. അപ്പോൾ നോക്കൂ, രമേശ് എന്താ ചെയ്യുന്നത്? രമേശ് പാർട്ടിക്കകത്തിപ്പോൾ തനിക്കൊരു ശക്തിയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം പുറത്തുനിന്ന് പിന്തുണ സമാഹരിക്കുന്നു. അങ്ങനെ ലീഗിൻ്റെ പിന്തുണയുണ്ടാകുന്നു, SNDPയുടെ പിന്തുണയുണ്ടാകുന്നു, NSSൻ്റെ പിന്തുണയുണ്ടാകുന്നു. സ്വാഭാവികമായും അതൊരു സന്ദേശമാണ് രമേശ് ചെന്നിത്തല പാർട്ടിക്കകത്ത് നൽകുന്നത്. എന്താണത്? തൻ്റെ പിന്നിൽ നിന്ന് നടന്നു പോയവർ, തന്നെ വിട്ടുപോയവർക്ക് വേണമെങ്കിൽ തിരിച്ചു വരാം. കാരണം ഞാൻ ഈ പുറത്തുനിന്നുള്ള പിന്തുണയുടെ ശക്തി ആർജിച്ചുകൊണ്ട് അകത്തൊരു കളിക്ക് തയ്യാറെടുക്കുന്നു എന്ന് രമേശ് ചെന്നിത്തല ഓപ്പണായി പ്രഖ്യാപിച്ചതിൻ്റെ ആദ്യത്തെ ദിവസമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നീക്കത്തിന് വലിയ രാഷ്ട്രീയ പ്രസക്തിയുണ്ട്. അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിനും ശക്തമായ അലയിളക്കങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ആഭ്യന്തര സമവാക്യങ്ങളിൽ മാറ്റങ്ങളുണ്ടാകും. ഇനി ഏകപക്ഷീയമായിരിക്കത്തില്ല. നമ്മളിപ്പം മനസ്സിലാക്കേണ്ടത്, VD സതീശൻ പ്രതിപക്ഷ നേതാവ്, സ്വാഭാവികമായിട്ടും അടുത്ത നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ UDFന് അധികാരം കിട്ടിയാൽ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാവുന്ന ഒരു പരിപാടിയാണല്ലോ കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ അല്ലാത്ത സന്ദർഭങ്ങൾ വളരെ വിരളമാണ്, ഉണ്ടായിട്ടില്ലെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം VD സതീശൻ മാത്രമല്ല കണ്ടസ്റ്റന്റ്, അവിടേക്ക് രമേശ് ചെന്നിത്തലയും വരുന്നു. കാരണം എന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 സാമുദായിക വിഭാഗങ്ങളുടെ പിന്തുണയും പാർട്ടിക്കകത്തുനിന്ന് ഒരു ശക്തമായ പിന്തുണയും രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടാകും. അപ്പോൾ കണ്ടസ്റ്റൻസ് 2ആയി. ഇനിയിപ്പോൾ KC വേണുഗോപാലും ഒട്ടും മോശക്കാരനല്ല, അദ്ദേഹം കേന്ദ്രത്തിൽ നീക്കങ്ങളൊക്കെ വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹവും വേണമെങ്കിൽ എൻട്രി ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് K. സുധാകരൻ ഒരു പ്രധാനപ്പെട്ട ആളായി വരും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രായവും ആരോഗ്യസ്ഥിതിയൊക്കെ വെച്ചിട്ട് K. സുധാകരൻ ഇനി അങ്ങനെ ഒരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്തിനേറെ ശശി തരൂരും K. മുരളീധരനും ഒക്കെ ഇത് തന്നെ ലക്ഷ്യം വെച്ചാണ് നീങ്ങുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന 3 പേരുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആയിരിക്കുന്നു. അതൊന്ന് KC വേണുഗോപാലിൻ്റെതാണ്, 2 VD സതീശൻ്റെതാണ്, 3 രമേശ് ചെന്നിത്തലയുടേതാണ്. രമേശ് ചെന്നിത്തല അതിശക്തമായ കരുനീക്കങ്ങൾ നടത്തിക്കൊണ്ട് എന്താ പറയുക, 2026 ലക്ഷ്യമിട്ട്, 2026 മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട് നല്ല രീതിയിൽ കരുനീക്കങ്ങൾ നടത്തുന്നു, മുന്നോട്ട് പോകുന്നു. അതിനാവശ്യമായ എല്ലാ തന്ത്രങ്ങളും മെനയുന്നു. ഇനി രമേശ് ചെന്നിത്തലയുടെ ഭാഗ്യം എന്ന് പറയട്ടെ, ഈ വിഭാഗങ്ങളെല്ലാം രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ആശാവഹമായൊരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഏതായാലും കോൺഗ്രസിനകത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് ഈ മൂവ്മെൻറ്റുകളെല്ലാം വഴിവെക്കും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അടുത്തൊരു വർഷം എന്ന് പറയുന്നത് കോൺഗ്രസ് രാഷ്ട്രീയം ധാരാളം വാർത്തകൾ മാധ്യമങ്ങൾക്ക് സമ്മാനിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നിശ്ചയമായും 26 ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ നീക്കത്തിലെ ആദ്യത്തേതും ഏറ്റവും സുപ്രധാനവുമായ ചുവടുവെപ്പാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ഇന്നത്തെ ചെന്നിത്തലയുടെ പ്രസംഗം തന്നെയാണ് ഏറ്റവും പ്രധാനം. എൻ്റെ സെക്യുലർ ക്രെഡൻഷ്യൽസിനെ തകർക്കാനുള്ള ഗൂഢാലോചന നടക്കുന്നു എന്നായിരുന്നു അന്ന് 2013 അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. അതിനുശേഷം തികച്ചും NSSൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഉണ്ണിവാർഷം പറഞ്ഞ കാര്യം തന്നെ മതനിരപേക്ഷതയുടെ ഏറ്റവും ശ്രേഷ്ഠവും കുലീനവുമായ ബ്രാൻഡാണ് NSS എന്നാണ് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നത്. അതോടൊപ്പം തന്നെ വർഗീയമായ സാഹചര്യങ്ങൾക്കെതിരെ എങ്ങനെയൊക്കെയാണ് NSS പൊരുതിയിട്ടുള്ളത്, അത് മന്നത്തിൻ്റെ സംഭാവനകൾ എടുത്തു കാണിക്കുന്നു. സുകുമാരൻ നായർ എടുത്ത ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ ഇത് സമുദായത്തിനകത്ത് നടന്ന സ്വാശ്രയ സംഘങ്ങളിലൂടെ പാവപ്പെട്ടവരെ സഹായിക്കാൻ നടത്തിയിരിക്കുന്ന ശ്രമങ്ങൾ എടുത്തു പറയുന്നു. ഇതൊക്കെ തന്നെയും എടുത്തു പറഞ്ഞുകൊണ്ട് സമുദായത്തിൻ്റെ അഭ്യുന്നതിക്ക് വേണ്ടി മാത്രമല്ല, പുറത്ത് ബാക്കി എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലും NSS എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യമൊക്കെയാണ് അദ്ദേഹം ദീർഘമായ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പുറത്ത് സുകുമാരൻ നായർ ഇതിനു മുമ്പ് നമ്മൾ ക്ഷണിച്ചത് മറ്റൊരു അതിഥിയാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് എന്ന് പറയുന്നു. അത് അറ്റോർണി ജനറലിനെയാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അതിലും മികച്ച ഒരു ഉദ്ഘാടകനെ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നു എന്നാണ്. അദ്ദേഹം വന്നില്ല, അദ്ദേഹം ചില സാങ്കേതിക കാരണങ്ങളാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതിനുശേഷം പറയുന്നതാണ് അതിലും മികച്ച ഒരു ഉദ്ഘാടകനെ നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ചെന്നിത്തലയുടെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞു വരുന്നത്. ചെന്നിത്തല NSSൻ്റെ പുത്രനാണ് എന്ന് പറയുന്നു. അപ്പോൾ ആ അകലം മാറിയിരിക്കുന്നു. ആ തെറ്റുതിരുത്തൽ എന്ന വാചകം വരുമ്പോൾ നേരത്തെ ശശി തരൂരിൻ്റെ കാര്യത്തിലും ആ തെറ്റുതിരുത്തൽ തന്നെയാണ് അദ്ദേഹം പരസ്യമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ NSSന് യഥാർത്ഥത്തിൽ എല്ലാ കാലത്തും
കോൺഗ്രസിൻ്റെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് നായർ വോട്ട്, മുസ്ലിം വോട്ട്, അതോടൊപ്പം ക്രിസ്ത്യൻ വോട്ട്. ഇത് ആ ഇക്വേഷനാണ്. ആ ഇക്വേഷനിൽ ചില ഘട്ടങ്ങളിൽ ചില മാറ്റം വരികയും നായർ വോട്ടുകളിൽ ഒരു വലിയ ഭാഗം തന്നെ ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കിയ കാര്യമാണ്. അപ്പോൾ നേരത്തെ ഇപ്പോൾ വി ഡി സതീശനായാലും ഇപ്പോൾ നടത്തിയ പ്രതികരണങ്ങൾ, ഈ വിവാദങ്ങളൊക്കെ ഈ ക്ഷണത്തിൻ്റെ വാർത്തയൊക്കെ വന്ന ഘട്ടത്തിൽ ഈ തിണ്ണനിരങ്ങൾ പ്രയോഗത്തിലൊക്കെ അദ്ദേഹം ഒരു വിശദീകരണം കൂടി നടത്തുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെയല്ല അദ്ദേഹം അത് പറയുന്നത്. സമുദായ നേതാക്കൾക്ക് എന്തും പറയാനുള്ള അധികാരമുണ്ട് എന്ന് അന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് അദ്ദേഹം അത് എടുത്തു പറയണമെങ്കിൽ ഇത് ചെന്നിത്തല നടക്കുന്ന നീക്കങ്ങൾക്ക് ഒരു മറുപടി എന്ന നിലയ്ക്കാണ്. അപ്പോൾ ഇവിടെ ചെന്നിത്തല ഇപ്പോൾ മുന്നോട്ട് വരുന്നു. അദ്ദേഹം വാർത്തയിലേക്ക് ഞാനുമുണ്ട് ഈ റേസിൽ എന്ന് അദ്ദേഹം കൃത്യമായി തെളിയിച്ചിരിക്കുന്നു. അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ അത് കൃത്യമായി അവതരിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അദ്ദേഹത്തെ വിവിധ പരിപാടികൾക്ക് ക്ഷണിക്കുന്നു. SNDP യോഗത്തിൻ്റെ പരിപാടിയിൽ ക്ഷണിച്ചു. അതിനുശേഷം ഇതാ ഇപ്പോൾ NSSൻ്റെ പരിപാടി. ഇനിയിപ്പോൾ ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുള്ള സാദിഖ് അലി തങ്ങൾ അധ്യക്ഷനായ ജാമിയ നൂരിയ സമ്മേളനം 4-ാം തീയതി നടക്കുമ്പോൾ മഞ്ചേരിയിൽ ഇനി 11-ാം തീയതി നടക്കാൻ പോകുന്ന ജാമിയ ഇസ്ലാമിയ കോളേജിൻ്റെ 35-ാം വാർഷിക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. അത് ലീഗ് വിരുദ്ധരുടേതാണ്. അതാണ്. അപ്പോൾ രണ്ടു കൂട്ടർക്കും സ്വീകാര്യനാകുന്നു താൻ എന്ന് അദ്ദേഹം കൃത്യമായി ഇവിടെ കാണിച്ചു വെക്കുന്നു. പക്ഷേ ഈ ജാമിയ നൂരിയ സമ്മേളനത്തിൽ യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ ക്ഷണിതാവായിരുന്നത് വി ഡി സതീശനാണ്. അപ്പോൾ ഓരോ തവണ ഓരോ നേതാക്കൾ എന്നാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ മാറി ക്ഷണിച്ചതാണ് എന്ന ലീഗ് വൃത്തങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു പ്രതികരണം വരുന്നുണ്ട്. ഇതിലൊരു പ്രത്യേകതയൊന്നും ഇല്ല എന്ന്. പക്ഷേ മലബാറിലേക്കും അദ്ദേഹം തൻ്റെ സാന്നിധ്യം അറിയിക്കുന്നു. അവിടെ അതിനുശേഷം സാമുദായിക നേതാക്കളുമായി അദ്ദേഹം ഒരു കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും അനൗദ്യോഗിക വിവരമുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള പിന്തുണ ആർജിക്കാനുള്ള ശ്രമം ഇവിടെ നടത്തുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ന്യൂനപക്ഷ വോട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ സാഹചര്യമാണ്. പഴയ സാഹചര്യത്തിൽ നിന്നും കാര്യങ്ങൾ മാറുന്നു. അന്ന് ഏത് തരത്തിലാണ് ന്യൂനപക്ഷം അതിൽ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് 5-ാം മന്ത്രിസ്ഥാനത്തിൽ ഉറച്ചു നിന്ന് ആ ഉറച്ചു നിൽക്കലിൽ ഉമ്മൻചാണ്ടിക്ക് ഒരു ചർച്ച പോലും നടത്താതെ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടി വന്നു. ഇന്ന് നേരെ തിരിച്ചുള്ള സാഹചര്യം BJP എന്ന ഒരു പാർട്ടിയുടെ കൂടെ വരവോടുകൂടി വന്നിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ NSS BJPയിലെ ചില നേതാക്കളെ സഹായിക്കുന്ന ഒരു ശ്രമത്തിലേക്കും പോയി. ചില തെരഞ്ഞെടുപ്പുകളിൽ ഒരു പിന്തുണ കൊടുത്തു. പക്ഷേ അതൊന്നും വിജയത്തിലേക്ക് എത്തിയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരുമിച്ച് പോകേണ്ടത് കോൺഗ്രസുമായിട്ട് തന്നെയാണെന്നൊരു തിരിച്ചറിവ് NSSനുമുണ്ട്. തിരിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചും NSS എല്ലാ കാലത്തും കോൺഗ്രസിനൊപ്പം നിൽക്കേണ്ട സംവിധാനമാണ് എന്നൊരു തോന്നൽ കോൺഗ്രസിനുമുണ്ട്. അപ്പോൾ ഇനി വി ഡി സതീശൻ ഇനി അടുത്തൊരു സ്റ്റെപ്പ് ഇടുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ചെന്നിത്തലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അവിടെ മാറിയിരിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള ചർച്ചകളിൽ ഇനി എന്തൊക്കെ നടപടികളിലേക്ക് രമേശ് ചെന്നിത്തല പോകുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇനിയിപ്പോൾ അടുത്ത KPCC അധ്യക്ഷൻ ആരാകണമെന്നുള്ള കാര്യത്തിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയോ ഒരു പേര്, അതൊരു ക്രിസ്ത്യൻ പേരാണെങ്കിൽ ആ പേര് മുന്നോട്ട് വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു മുൻകൈയെടുത്ത് ചില ശ്രമങ്ങൾ നടത്തുകയോ ചെയ്യാനുള്ള സാധ്യതകളും അവിടെ നിൽക്കുന്നു. ചില പേരുകൾ ഉയർന്നു വരുന്നുണ്ട്. ചില മുതിർന്ന നേതാക്കളുടെ പേരുകൾ ഉയർന്നുണ്ട്. ആ പേര് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ചെന്നിത്തലയും ആ നേതാവും തമ്മിലുള്ള ഒരു ഇക്വേഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നൊരു ശ്രമം ചെന്നിത്തല നടത്തുമെന്നുള്ള സൂചനകളുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നേരത്തെ ഉമ്മൻചാണ്ടി ഗ്രൂപ്പിനൊപ്പം നിന്നിരുന്ന, ഇപ്പോൾ സുധാകരനൊപ്പം നിൽക്കുന്ന കുറേ പേരെങ്കിലും വി ഡി സതീശനോട് എതിർപ്പുള്ള കുറേ പേരെങ്കിലും ഇപ്പോൾ ചെന്നിത്തലയ്ക്ക് പരസ്യമായിട്ടല്ലെങ്കിലും ഒരു പിന്തുണ നൽകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ പരിപാടികളിലൊക്കെ ചെന്നിത്തല പോകാൻ ഉള്ള ഒരു സഹായം ആയി നിൽക്കുന്നതും അല്ലെങ്കിൽ പരിപാടികൾക്ക് ചെന്നിത്തലയുടെ പേര് നിർദ്ദേശിക്കുന്ന പോലും ഇതിൽപ്പെട്ട ചില നേതാക്കളാണെന്ന സൂചനകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പിന്തുണ പുറത്തുനിന്ന് ഇപ്പോൾ ഏതൊക്കെ പേരുകൾ എന്നുള്ളത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അതൊരു പരസ്യമായ ഐക്യത്തിലേക്ക് വരുന്ന ദിവസങ്ങൾ അധികം വൈകാതെ ഉണ്ടാകും. കോൺഗ്രസിൽ ഇങ്ങനെ നാടകീയമായ കാര്യങ്ങളാണ്. അപ്പുറത്ത് വി ഡി സതീശനെ സംബന്ധിച്ചാണെങ്കിൽ വി ഡി സതീശന് അവിടെ KCയുടെ പിന്തുണയുണ്ട്. രാഹുൽ ഗാന്ധി തന്നെയാണ് അതിൽ പ്രതിപക്ഷ നേതാവായി നേരത്തെ വി ഡി സതീശനെ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ അദ്ദേഹം തിരഞ്ഞെടുപ്പുകൾ വിജയിപ്പിച്ച ഒരു ചരിത്രം കൂടിയുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് രംഗപ്രവേശം ചെയ്ത് അന്ന് തന്നെ മാറ്റിയത് മാന്യമായല്ല എന്നുള്ള കാര്യം അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നു. ഞാൻ അത് ഹൈക്കമാൻഡിനെ ഓർമ്മിപ്പിക്കും, എന്നോട് കാട്ടിയത് അനീതിയാണ് എന്ന് അദ്ദേഹം ഈ അടുത്ത അഭിമുഖത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനീതി മാറ്റാനുള്ള സമയമായി, എനിക്കിതാ ഇവിടെ നിന്നൊക്കെ പിന്തുണ എല്ലാ ഭാഗത്തു നിന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ശ്രമങ്ങൾ ഇതിൽ രമേശ് ചെന്നിത്തല നടത്തും. ഇനി ക്രൈസ്തവ വിഭാഗങ്ങളുമായുള്ള ഒരു കൂടിക്കാഴ്ചയും അല്ലെങ്കിൽ അവരിലേക്ക് കൂടി ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു കാര്യം കൂടി ഇനി ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന് വരാനുള്ളൂ. ആ പ്രതികരണങ്ങളോട് വന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലാവർക്കും സർവ്വസ്വീകാര്യൻ എന്ന രൂപത്തിലേക്ക് അദ്ദേഹത്തിന് സ്വയം അവതരിപ്പിക്കാം. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം സ്വയം അവതരിപ്പിക്കുകയാണോ, അദ്ദേഹത്തിന് വലിയ പിന്തുണയുണ്ടോ എന്നൊക്കെ ദിവസങ്ങൾ തെളിയിക്കും. നാളെ മുനമ്പം സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ മുനമ്പത്തിലൊരു നിലപാട് എന്താണ് ചെന്നിത്തല പറയാത്തതെന്ന് ചോദ്യം വരുന്നുണ്ട്. അത് പറയുമെന്ന് കേൾക്കാം. ഈ വിഷയത്തിൽ
പ്രതികരിക്കാത്ത നേതാവ് കൂടിയാണ് രമേശ്. അതെ അതെ നാളെ ആ പ്രതികരണം വരും. NSS എന്ന ബ്രാൻഡിനെ രമേശ് ചെന്നിത്തല അംഗീകരിച്ചു, രമേശ് ചെന്നിത്തല എന്ന ബ്രാൻഡിനെ NSS അംഗീകരിച്ചു എന്നതാണ് എൻ്റെ ഈ വിഷയത്തിലുള്ള ടേക്ക്. യഥാർത്ഥത്തിൽ ബ്രാൻഡിങ്ങിന് വേണ്ടിയുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട് കേരള പൊളിറ്റിക്സിൽ എന്നുള്ളതാണ്. അത് വളരെ വൃത്തിയായി തന്നെ സ്വയം ബ്രാൻഡ് ചെയ്യാൻ രമേശ് ചെന്നിത്തല ഈ സന്ദർഭങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. നേരത്തെ സ്മൃതി പറഞ്ഞതിൻ്റെ തുടർച്ചയായി നമുക്ക് പറയാം, ചില മുതിർന്ന നേതാക്കളും ചില ജൂനിയർ നേതാക്കളും അടക്കം ഈ കൃത്യമായ ബ്രാൻഡിങ്ങിനുള്ള PR വർക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി കോൺഗ്രസിനുള്ളിൽ എടുത്തു തുടങ്ങി. വിവിധ സമുദായ നേതാക്കളുമായി രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി സംസാരിക്കുന്നതോ രമേശ് ചെന്നിത്തല ഇത്തരം വേദികളിൽ എത്തിയാൽ നന്നായിരിക്കുമെന്ന് അഭിപ്രായപ്പെടുന്നതോ ഈ മുതിർന്ന നേതാക്കളും ഈ യുവ നേതാക്കളും ഒക്കെയാണ്. ഇത്തരമൊരു ചർച്ച കോൺഗ്രസിനുള്ളിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി സജീവമായി തുടങ്ങി. കൃത്യമായി പറഞ്ഞാൽ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പോടുകൂടിയാണ് ഈ ചർച്ച കൂടുതൽ സജീവമാകുന്നത്. ഇന്നും കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ നമ്മൾ നോക്കിയാൽ മുതിർന്ന നേതാക്കൾ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ബിന്നി ആണെങ്കിലാവട്ടെ, അതേപോലെ KC ജോസഫ് ആണെങ്കിൽ, MM ഹസൻ ആണെങ്കിൽ, ഇവരൊക്കെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ഏതെങ്കിലും ഒരു വിഷയം ചർച്ച ചെയ്യാൻ ആദ്യം ഫോൺ വിളിക്കുന്ന നേതാവ് ഇപ്പോഴും രമേശ് ചെന്നിത്തലയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം ഈ രമേശ് ചെന്നിത്തല വേഴ്സസ് VD സതീശൻ എന്ന ഒരു ഇക്വേഷൻ വരുമ്പോൾ VD സതീശനോടൊപ്പം എത്ര പേർ നിൽക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. KC പോലും ഒരു ഡിസ്റ്റൻസിങ്ങിലാണ്. കാരണം നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ, ഇങ്ങനൊരു പ്രിഫറൻസിലേക്കാണ് 2026 തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. കാരണം ഓർമ്മിക്കണം, ഇപ്പോഴും പാർലമെൻ്ററി പാർട്ടിയിൽ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമാണ് 20-ലധികം MLA-മാർ അന്നുണ്ടായിരുന്നത്. അതായത് അദ്ദേഹത്തിന് 20ഓളം MLA-മാരുടെ പിന്തുണ, 22 MLA-മാരുടെ പിന്തുണ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് 2021 പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഉണ്ടായിരുന്നിട്ടും അവിടെ നിന്നാണ് അദ്ദേഹത്തെ വെട്ടിത്താഴെ ഇറക്കുകയും പകരം VD സതീശനെ അവിടേക്ക് പ്ലേസ് ചെയ്യുകയും ചെയ്യുന്നത്. അതാണ് അദ്ദേഹം ഒരു നീതികേടാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ പാർലമെൻ്ററി പാർട്ടിയിൽ പോലും രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു നിഷേധ്യമായ പിന്തുണയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. യൂത്ത് കോൺഗ്രസിലാണെങ്കിൽ പോലും ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞിരുന്നതാണ്, ഒട്ടുമിക്കവാറും എല്ലാ ജില്ലകളിലെയും യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ ഭാരവാഹികളും രമേശ് ചെന്നിത്തലയെ അംഗീകരിക്കുന്നുണ്ട് ഒരു സീനിയർ ലീഡർ എന്ന നിലയിൽ. കാരണം ഈ പാർട്ടി ഒരു ഇലക്ഷൻ മാനേജറായിരിക്കാം VD സതീശൻ, പക്ഷേ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ഒരു സീനിയർ ലീഡർ ബ്രാൻഡ് ഇപ്പോഴും രമേശ് ചെന്നിത്തലയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ആ പാർട്ടിയിലെ മിക്കവാറും ആളുകൾ അംഗീകരിച്ചു. മാത്രവുമല്ല, പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് രമേശ് ചെന്നിത്തല നടത്തിയ ഗൃഹപാഠം, രമേശ് ചെന്നിത്തല നടത്തിയ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ കോൺഗ്രസിലെ മുതിർന്നവരും ചെറുപ്പക്കാരുമായിട്ടുള്ള നേതാക്കളെയൊക്കെ ഒരു പരിധിവരെ ആവേശത്തിലാഴ്ത്തിയിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങളാൽ അദ്ദേഹത്തിന് ആ ബ്രാൻഡ് നിലനിർത്തി പോകാൻ സാധിച്ചില്ല. ആദ്യം പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെടുന്നു. പിന്നീട് മഹാരാഷ്ട്രയിൽ അദ്ദേഹത്തിന് ചുമതല ഏൽപ്പിച്ചിട്ട് അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൻ്റെ വീഴ്ചയല്ല എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ തന്നെ വരുന്നു. ഇപ്പോൾ വളരെ സമർത്ഥമായി അപ്രതീക്ഷിതമായൊരു നീക്കമാണ്. പാർട്ടിക്കുള്ളിൽ എങ്ങനെയാണ് ഒരു ചലനം ഉണ്ടാക്കേണ്ടത് എന്നത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന നേതാക്കളിൽ ഒരാൾ ലീഡറുടെ ശിഷ്യനായ രമേശ് ചെന്നിത്തല തന്നെയാണ്. ആ ചലനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, നിലമൊരുക്കിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നിലമൊരുക്കലേ നടന്നിട്ടുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നില്ല NSSൻ്റെയും SNDPയുടെയും ലീഗിൻ്റെയും പിന്തുണയുള്ളത് കൊണ്ട് കേരള മുഖ്യമന്ത്രിയായ ഒരാളുടെ പേര് ഹൈക്കമാൻഡ് ഒരു കാരണവശാലും രമേശ് ചെന്നിത്തലയുടെ പേരായിട്ട് പരിഗണിക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇനി രണ്ടാം റൗണ്ടുണ്ട്. ആദ്യ റൗണ്ട് കഴിഞ്ഞിരിക്കുന്നു. ആദ്യ റൗണ്ട് നിലമൊരുക്കലാണ്. രണ്ടാം റൗണ്ടാണ് പാർട്ടിക്കുള്ളിലെ ഈ പറയുന്ന വിവിധ വിഭാഗങ്ങളെ ഒപ്പം നിർത്തുക എന്ന ശ്രമകരമായൊരു ടാസ്കിന്. പക്ഷേ ആ ശ്രമകരമായ ടാസ്കിനെ രമേശ് ചെന്നിത്തല ഇറങ്ങിത്തിരിക്കുമ്പോൾ പറയാൻ എന്തെങ്കിലും ഒന്നുണ്ടാവണം. ഇപ്പോൾ പറയാൻ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ബ്രാൻഡുണ്ട്. എന്താണ് ആ ബ്രാൻഡ് ഇമേജ്? ഇന്ന് സമർത്ഥമായി അദ്ദേഹം ഉപയോഗിച്ച പദപ്രയോഗം അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട പദപ്രയോഗവും. അദ്ദേഹം പറയുന്നു, മതനിരപേക്ഷതയുടെ കത്തിച്ചുവെച്ച നിലവിളക്ക് പോലെയാണ് NSS എന്നാണ് പറയുന്നത്. മതനിരപേക്ഷതയുടെ ബ്രാൻഡായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അംബാസിഡറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തെ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കൂ, SNDPയുടെ തലപ്പത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശന് രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രിയാകാൻ സർവ്വഥാ യോഗ്യൻ. ഇപ്പോൾ NSSലേക്ക് വന്നാൽ NSSൻ്റെ പുത്രനാണ് രമേശ് ചെന്നിത്തല എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഈ മണ്ണിൽ വളർന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു NSSൻ്റെ എത്ര വലിയ കൈയടി എന്നറിയാമോ കിട്ടിയിരിക്കുന്നത്. അവിടെ വന്നിരിക്കുന്നവരെല്ലാം കേരളത്തിലെ എല്ലാ കരയോഗത്തിൽ നിന്നുമുള്ള പ്രതിനിധികളാണ് അവിടെ ഇന്ന് കൂടിയിരിക്കുന്നത്. അവരുടെയൊക്കെ കൈയടി രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടുന്നു. അപ്പോൾ സ്വാഭാവികമായും രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു തരംഗം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4-ാം തീയതി ജാമിയ പരിപാടിക്ക് പങ്കെടുക്കാൻ പോകുന്നു. ലീഗ് അനുകൂല നേതാക്കളാണ് അവിടെയുള്ളത്. അത് കഴിഞ്ഞാൽ ജാമിയ ഇസ്ലാമിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നു. നാളെ മുനമ്പത്ത് പങ്കെടുക്കാൻ പോകുന്നു. അപ്പോൾ എല്ലാ സമുദായാംഗങ്ങളുടെയും പിന്തുണ ആർജിച്ചിരിക്കുന്ന ഒരു കൾട്ട് ലീഡറായി അദ്ദേഹം ആ വാക്ക് വേറെ ഉപയോഗിക്കുന്നുണ്ട്. ട്രൂ ലീഡർ എന്നൊരു വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. അതായത് രമേശ് ചെന്നിത്തല എന്തൊക്കെയാണോ മന്നത്തിനെക്കുറിച്ച് പറഞ്ഞത്, എന്തൊക്കെയാണോ സുകുമാരൻ നായരെക്കുറിച്ച് പറഞ്ഞത്, അത് യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല സ്വയമാകാൻ ആഗ്രഹിക്കുന്നൊരു ബ്രാൻഡാണ്. അതുകൊണ്ടാണ് സെക്യുലർ ക്രെഡൻഷ്യൽസിൻ്റെ പേരിൽ അദ്ദേഹത്തെ പുറത്തു നിർത്താൻ ശ്രമം നടത്തിയപ്പോൾ
അതിനെതിരെ അദ്ദേഹം ഒരു നിലപാടെടുത്തു. അത് ശ്രദ്ധേയമായ ഒരു പൊളിറ്റിക്കൽ, ഒരുപക്ഷെ രമേശ് ചെന്നിത്തല എന്നൊരു നേതാവിൻ്റെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ എന്നേക്കുമായി അടഞ്ഞു പോകുന്നൊരു സന്ദർഭമായിരുന്നു അത്. അന്ന് NSSുമായിട്ട് ഡിസ്റ്റൻസ് ചെയ്യാതിരുന്നുവെങ്കിൽ, അന്ന് അദ്ദേഹത്തിൻ്റെ അതൃപ്തി ഉണ്ടായിരുന്നെങ്കിൽ പോലും അന്നത് ആ മന്ത്രിപദം വേണ്ട എന്ന് വെച്ചു. അദ്ദേഹം കൊടുത്ത ബൈറ്റ് ഇങ്ങനെയാണ്: ഞാൻ മന്ത്രിപദം വേണ്ടെന്ന് വെച്ചത് എൻ്റെ തീരുമാനപ്രകാരമാണ് എന്നാണ് അദ്ദേഹം ബൈറ്റ് കൊടുക്കുന്നത്. അതായത് NSSൻ്റെ ഒരു ശാപവും ഉമ്മൻചാണ്ടിയുടെ മേൽ വീഴരുതെന്ന് പരസ്യമായി പറയുകയും എന്നാൽ കൃത്യമായി NSSൻ്റെ പിന്തുണ താൻ ഉറപ്പാക്കുകയും ചെയ്തിരുന്നു അന്ന് രമേശ് ചെന്നിത്തല. വളരെ കൃത്യമായ ഒരു കരുനീക്കമാണ് അന്ന് നടത്തിയത്. അന്ന് അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അന്ന് എന്നേക്കുമായി എങ്ങനെയാണോ മഞ്ഞളാംകുഴിയിലെ 5ാം മന്ത്രിയായി തീർന്നത്, അതേപോലെ രമേശ് ചെന്നിത്തല നായർ കോൺഗ്രസ്സുകാരനായി തീരുമായിരുന്നു. അതിൽ നിന്നാണ് രമേശ് ചെന്നിത്തല സ്വയം വിമോചിക്കപ്പെട്ടത്. ആ വിമോചനത്തിന് കിട്ടിയ ഫലമാണ് 11 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ന് എല്ലാ സമുദായങ്ങളും രമേശ് ചെന്നിത്തലയ്ക്ക് പിന്നാലെയുണ്ട്. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല ആവർത്തിച്ച് പറയുന്ന വാക്ക് മതനിരപേക്ഷത എന്നുള്ളതാണ്. ഒരു പരിധിവരെ ശരിയാണ് താനും. ഞാനും NSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അംഗീകരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അത് സംഘപരിവാറിൻ്റെ കയ്യിലേക്ക് അധികാരത്തിൻ്റെയോ പിന്തുണയുടെയോ ഒന്നും പടവാളോ ഒന്നും കൊടുത്തില്ല എന്നുള്ളതാണ്. എത്ര അവസരങ്ങളുണ്ടായിരുന്നു. ശബരിമലയിലെ വിശ്വാസ സംരക്ഷണം നമ്മൾ കണ്ടതല്ലേ. ആ സമയത്ത് NSSൻ്റെ നിലപാട് BJPക്ക് അനുകൂലമായി വരുമെന്ന് ഭയന്നിരുന്നതല്ലേ പലരും. പക്ഷേ NSS എടുത്ത നിലപാടെന്താ? BJP ഈ വിഷയത്തിൽ NSSനെ വഞ്ചിച്ചു എന്ന നിലപാടാണ് NSS കൈക്കൊണ്ടത്. ഇന്നിപ്പോൾ സുകുമാരൻ നായർ പറയുന്ന ഏറ്റവും മനോഹരമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അദ്ദേഹം എന്താ പറയുന്നത്? എനിക്ക് 4 മക്കളുണ്ടെങ്കിൽ അവർക്ക് 4 പാർട്ടിയിലും വിശ്വസിക്കാനുള്ള അവകാശം ഞാൻ കൊടുക്കും എന്നുള്ളതാണ്. വളരെ ഉറച്ചൊരു തീരുമാനമല്ലേ? സമദൂരം എന്നുള്ളതിന് സുകുമാരൻ നായർ സാർ നൽകുന്ന ഏറ്റവും നല്ല വിശദീകരണമായിട്ടാണ് എനിക്കത് തോന്നിയത്. ഇവിടെ വലതുവശത്തിരിക്കുന്നത് ആരാണെന്ന് നോക്കൂ, രമേശ് ചെന്നിത്തല. അപ്പുറത്തിരിക്കുന്നത് ആരാണെന്ന് നോക്കൂ, മറ്റൊരു മകനാണ്. അയാൾ മറ്റൊരു പാർട്ടിയിലാണ് പ്രവർത്തിക്കുന്നത്. ബാക്കിയുള്ള ആൾക്കാരുടെ പേര് പറയുന്നില്ല കേട്ടോ. അതും അതിനകത്തെ സമർത്ഥമായിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിൽ സുകുമാരൻ നായർ ഇന്നത്തെ പ്രസംഗത്തിലൂടെ പറഞ്ഞത് മതനിരപേക്ഷതയുടെ മാത്രമല്ല, രാഷ്ട്രീയമായ ഒരു പാർട്ടിയുമായും അകലമോ അടുപ്പമോ തങ്ങൾക്കില്ല എന്ന് പറഞ്ഞത് NSSൻ്റെ സമദൂരം എന്ന സ്റ്റേറ്റ്മെന്റിനെ ആവർത്തിച്ചുറപ്പിക്കലാണ്. അതൊരു ബ്രാൻഡായി കഴിയുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. NSS രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് ആശാവഹമാണ് എന്നുകൂടി ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിമോചന സമരത്തെ ഉയർത്തിപ്പിടിച്ചു. അതാണ് അതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. വിമോചന സമരത്തെക്കുറിച്ച് പലവിധ ചർച്ചകൾ കോൺഗ്രസിനുള്ളിൽ തന്നെ നടക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ. പക്ഷേ ഇപ്പോൾ അത് NSSൻ്റെ വേദിയിൽ പോയി വിമോചന സമരത്തെ ഉയർത്തിപ്പിടിച്ച് മന്ദ ചെയ്തത് ശരിയാണെന്ന് പറയുക, അത് സ്വാഭാവികമായും ചിലരെ പ്രകോപിപ്പിക്കുമെന്നുള്ളത് കൃത്യമായിട്ട് പറയാം. അത് ആരെ പ്രകോപിപ്പിക്കുമെന്നറിയാം. അത് ആ പ്രകോപിപ്പിച്ച് കഴിയുന്നവർ ആർക്കെതിരെ തിരിയുമെന്നറിയാം. അങ്ങനൊരു ഇക്വേഷൻസ് വന്നാൽ അത് ഏത് പാർട്ടിക്ക് ഗുണകരമാകുമെന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് നന്നായിട്ടറിയാം. ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന സർക്കാരുകളെ തിരുത്താൻ എല്ലാവർക്കും അവകാശമുണ്ട്. ആ അർത്ഥത്തിലാണ് വിമോചന സമരം ശരിയായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ NSS രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുന്നത് ശരിയാണ്. അപ്പോൾ അത് വളരെ ഒരു താല്പര്യ ഗ്രൂപ്പ് എന്ന രീതിയിൽ, ഒരു ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന രീതിയിൽ, ഒരു പ്രഷർ ഗ്രൂപ്പ് എന്ന രീതിയിൽ NSSൻ്റെ രാഷ്ട്രീയത്തിലെ നിലപാടുകൾ ആ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിലൂടെ ക്ലാരിഫൈ ചെയ്തിരിക്കുന്നു. അത് വളരെ കൃത്യമായി തന്നെ രമേശ് ചെന്നിത്തലയും എൻഡോഴ്സ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. NSSനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ മന്നത്ത് പത്മനാഭനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. മന്നത്ത് പത്മനാഭന് 2 ജീവിതങ്ങളുണ്ട്, രാഷ്ട്രീയ ജീവിതങ്ങളുണ്ടെന്ന് പറയും, സാമൂഹിക ജീവിതമുണ്ടെന്ന് പറയും. ഒന്ന്, അദ്ദേഹം NSS എന്ന് പറയുന്ന, ഇന്നിപ്പോൾ G. സുകുമാരൻ്റെ വാക്കുകൾ കടമെടുത്താൽ ശൂന്യതയിൽ നിന്ന് സാമ്രാജ്യം സൃഷ്ടിച്ചതാണ്. 18 പേരുമായിട്ടാണ് 2014 വളരെ വിനീതമായൊരു തുടക്കം. അത് ആ സംഘടനയുടെ പേരിടുന്നത് നായർ ഭൃത്യജന സംഘമെന്നോ മറ്റോ ആയിരുന്നു. പിന്നീട് മന്നം തന്നെ മുൻകൈയെടുത്ത പേര് മാറ്റാൻ പ്രജാസഭയിൽ പോയിട്ട് നിവേദനം കൊടുക്കുന്നുണ്ട്. ഭൃത്യന്മാരായിട്ടിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അന്ന് അദ്ദേഹത്തെ സ്വാധീനിക്കുന്നതൊക്കെ ഈ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ ആശയങ്ങളൊക്കെയാണ്. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത്, അതുവരെ ചട്ടമ്പിസ്വാമിയൊക്കെ വളരെ സാങ്കേതികമായി ഇതിനെ വേദാധികാര നിരൂപണത്തിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുത്തു. സ്വന്തം വീടിൻ്റെ ഉമ്മറപ്പടിയിലേക്ക് അവർണ വിഭാഗത്തിൽപ്പെട്ടൊരു കുട്ടിയെ വിളിച്ചു കൊണ്ടുവന്നിരുത്തി ഭക്ഷണം കൊടുത്ത് അമ്മയുടെ തുറിച്ചു നോട്ടത്തിൽ ആദ്യം വിധേയനാവുന്നു മന്നത്ത് എന്നുള്ളതാണ്. പിന്നീട് അങ്ങോട്ട് എത്രയെത്ര ഇന്നൊവേറ്റീവായ ആശയങ്ങൾ, പിടിയേരി പിരിവ് എന്ന് പറയുന്നത്, സ്വന്തം സമുദായത്തിലെ പട്ടിണി കിടക്കുന്ന മനുഷ്യർക്ക് വേണ്ടി നിങ്ങൾ കഞ്ഞി വയ്ക്കുമ്പോൾ അവിടെ നിന്നും അല്പം അരി മാറ്റിവെക്കൂ എന്ന ആശയം കൊണ്ടുവരുന്നു. പിന്നീട് അങ്ങോട്ട് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ അധ്യക്ഷനാവുന്നു, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സവർണ ജാഥയുടെ നേതൃത്വത്തിലേക്ക് വരുന്നു. അപ്പോൾ മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന ഒരു വലിയ ഒരു ബിംബമുണ്ട്, ഒരു വലിയൊരു കിടാവിളക്കായിട്ട് സാമൂഹ്യ പരിഷ്കരണ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ രണ്ടാമതൊരു ഘട്ടമുണ്ട്. രണ്ടാമതൊരു ഘട്ടത്തിൽ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നു. ഹിന്ദു മഹാമണ്ഡലമൊക്കെ രൂപീകരിച്ചതിന് ശേഷം ശങ്കരെ വിമർശിക്കുന്ന കാലമുണ്ട്. അന്ന് രാവണൻ എന്നാണ് ശങ്കരെ വിളിക്കുന്നത്. മാത്രമല്ല ഈഴവ സമുദായത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയ ചില റിഗ്രസീവായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇന്നും നമ്മുടെ പൊതുമധ്യത്തിലുണ്ട്. RSSനെ കുറിച്ച് അനുകൂലമായ നിലപാടെടുത്തിട്ടുണ്ട്. അത് രണ്ടാം ഘട്ടമാണ്. പക്ഷേ പൊതുവെ
ഇവിടെ മതനിരപേക്ഷതയുടെ ഒരു തിരിയായി വിളക്കായി നിൽക്കുന്നു NSS എന്നുള്ളതാണ് ആ നിലപാട്. NSSും ഇന്ന് പറയുന്നു. തീർച്ചയായും ബ്രാൻഡായി NSSും മാറുന്നു, ബ്രാൻഡായി സ്വയം രമേശ് ചെന്നിത്തലയും ഇന്നത്തെ ചടങ്ങോടുകൂടി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ. സുജയ, ബ്രാൻഡ് പരസ്പരം അംഗീകരിച്ചുകൊണ്ടാണ് ഈ ക്ഷണവും പങ്കെടുക്കലും എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. കാരണം ഇന്ന് ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് അവിടെ കിട്ടിയിരിക്കുന്നത്, ഇതിനു മുൻപ് എത്ര നേതാക്കൾ അവിടെ വന്നു പോയിട്ടുണ്ടെങ്കിലും ഇന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടിയതൊരു ഹീറോയിക് വെൽക്കമാണ്. അത് ഈ 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്ന ഒരു മകനെ സ്വീകരിക്കുന്ന ആ ഒരു പുത്രവാത്സല്യത്തോടെയാണ് ജി സുകുമാരൻ നായർ നേരിട്ട് വന്ന് ഷാൾ അണിയിച്ച് രമേശ് ചെന്നിത്തലയെ സ്വീകരിക്കുന്നത്. ആ സ്വീകരിക്കുന്ന വേളയിൽ മറ്റു നേതാക്കളൊക്കെ ചുറ്റുകൂടി നിൽക്കുന്നത് നമുക്ക് കാണാം. അതിൽ പല രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട നേതാക്കളുണ്ട്, അതുപോലെ തന്നെ മറ്റ് പ്രമുഖരായ ആളുകളുണ്ട്. അവരെല്ലാം നിൽക്കുമ്പോൾ നേരിട്ട് വന്ന് ജി സുകുമാരൻ നായർ സ്വീകരിക്കുകയാണ്. ഇതിന് മുന്നോടിയായി മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അതായത് ഈ പരിപാടി നിശ്ചയിച്ചിരിക്കുന്നതിനും 1 മണിക്കൂർ മുൻപ് രമേശ് ചെന്നിത്തല പെരുന്നേലെ NSS ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ആ 1 മണിക്കൂർ മുൻപ് എത്തിയത് ജി സുകുമാരൻ നായരുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച കൂടി തീരുമാനിച്ചിരുന്നത് കൊണ്ടാണ്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇരുവരും ഒന്നിച്ച് മന്നം സമാധിയിലെത്തി പുഷ്പാർച്ചന നടത്തുന്നത്. പരസ്പരം പറയാനുള്ളതും അംഗീകരിക്കാനുള്ളതും എല്ലാം അവർ തമ്മിൽ ആ ഒരു സംഭാഷണത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മന്നത്ത് പത്മനാഭൻ്റെ സമുദായ ആചാര്യൻ്റെ സ്മാരകത്തിലെത്തി, ആ സമാധിയിലെത്തി അവിടെ പുഷ്പാർച്ചന നടത്താൻ ഒന്നിച്ച് ജി സുകുമാരൻ നായരും രമേശ് ചെന്നിത്തലയും നിൽക്കുന്നതിൽ നിന്ന് അത് ഒറ്റ ബ്രാൻഡായി മാറിയിരിക്കുന്നു. അതായത് രമേശ് ചെന്നിത്തലയെ ഒരു നായർ ബ്രാൻഡ് ആക്കുകയല്ല, രമേശ് ചെന്നിത്തലയും ജി സുകുമാരൻ നായരും ഒന്നാണ് എന്ന ഒരു മെസ്സേജ് വളരെ കൃത്യമായി തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും, അത് കോൺഗ്രസിനുമുള്ള സന്ദേശമാണ്, VD സതീശൻ അടക്കമുള്ളവർക്കുമുള്ള സന്ദേശമായി കൃത്യമായി അത് നൽകുകയാണ്. 2013 ഈ പുത്തരിക്കണ്ടത്ത് നടന്ന റാലിയിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അന്നത്തെ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയെ മന്ത്രിയാക്കി ഉൾപ്പെടുത്തണം, താക്കോൽ സ്ഥാനം നൽകണം എന്ന് പറഞ്ഞ ആ ജി സുകുമാരൻ നായർ ഇപ്പോൾ 2013 ജനുവരിയാണത്. ഇപ്പോൾ 2025 ജനുവരി ആകുമ്പോൾ താക്കോൽ സ്ഥാനം എന്നുള്ള വാക്കല്ല ഉപയോഗിക്കുന്നത്. താക്കോൽ സ്ഥാനം കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് താല്പര്യമുള്ള ഒരു വ്യക്തിക്ക് കൊടുക്കണം എന്നാവശ്യപ്പെടാം. ഇത് എൻ്റെ മകൻ എന്ന് പറയുന്ന രീതിയിലാണ്. NSSൻ്റെ പുത്രൻ എന്ന് ഇതുവരെയും തറവാടി നായർ എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ NSSൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ ആ സമുദായം ഒന്നാകെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തി എന്ന രീതിയിലുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു മേലങ്കി ചാർത്തി കൊടുക്കുകയാണ് ബ്രാൻഡിങ്ങിനേക്കാൾ ഉപരി ഇന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി ഈ നായർ ബ്രാൻഡിങ്ങിനോട് രമേശ് ചെന്നിത്തലയ്ക്ക് 2013 വിയോജിപ്പുണ്ടോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. വിയോജിപ്പില്ല എന്നതിൻ്റെ ഉത്തരമാണ് ശ്രേഷ്ഠവും കുലീനവുമായ ബ്രാൻഡാണ് NSS എന്നുള്ള രമേശ് ചെന്നിത്തലയുടെ പ്രസംഗത്തിലെ വാചകം. മതനിരപേക്ഷതയുടെ ബ്രാൻഡാണ് NSS എന്ന രമേശ് ചെന്നിത്തലയുടെ വാചകം. ഞാൻ ആ ബ്രാൻഡിനെ ഉൾക്കൊള്ളുന്നു, ആ ബ്രാൻഡിൻ്റെ അംബാസഡർ ആകാൻ ഐ ആം റെഡി എന്നുള്ള പരസ്യ പ്രഖ്യാപനമാണ് രമേശ് ചെന്നിത്തല ഇന്ന് നടത്തിയത്. 2013 ഒരു വാചകവും ഇനി രമേശ് ചെന്നിത്തലയിൽ നിന്ന് NSSനെ തള്ളി പറഞ്ഞുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല. പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പൂരകങ്ങളായി തന്നെ നിൽക്കും. ഇനി അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലായാലും രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു നിരുപാധിക പിന്തുണ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. എല്ലാ കാലഘട്ടത്തിലും NSSനൊപ്പം നിന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഡ്മിഷൻ എടുക്കാൻ പോയ 5-6 റാങ്കുകാരൻ്റെ കാര്യവുമൊക്കെ വളരെ വിശദമായി തന്നെ രമേശ് ചെന്നിത്തല ഇന്നത്തെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം ഇവിടെ കളിച്ചു വളർന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജി സുകുമാരൻ നായർ എൻഡോഴ്സ് ചെയ്യുകയാണ്. രമേശ് ചെന്നിത്തല മറ്റൊരു രാഷ്ട്രീയ നേതാവിനെ പോലെയല്ല, ഞങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന ഞങ്ങളിൽ ഒരാളാണ് എന്ന് വളരെ കൃത്യമായി തന്നെ രജിസ്റ്റർ ചെയ്തു പോകുന്ന പ്രസംഗങ്ങളാണ് രണ്ടുപേരിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. അതിനിടയിൽ VD സതീശനിട്ട് കൊടുക്കുന്ന ഒരു കൊട്ടാണ് എന്ന് വ്യാഖ്യാനിക്കാവുന്ന ഒരു വാചകവുമുണ്ട്. ആരൊക്കെ വിചാരിച്ചാലും NSSുമായുള്ള ബന്ധം മുറിച്ചു മാറ്റാനാകില്ല എന്ന ഒരു വാചകം രമേശ് ചെന്നിത്തല ഇത് പറഞ്ഞു വെക്കുന്നത് അതൊരു രാഷ്ട്രീയമായ തന്നെയുള്ള വാചകമാണ്. പെരുന്നയുടെ മണ്ണുമായിട്ടുള്ള ബന്ധം, പച്ചപിടിച്ച് നിൽക്കുന്ന കോളേജ് കാലം തുടങ്ങി എല്ലാ കാര്യങ്ങളും ഓർത്തെടുക്കുകയാണ്. അവിടെയുള്ള കടകളുടെ പേര് വരെ പറഞ്ഞുകൊണ്ട് താൻ പണ്ട് നടന്ന വഴികളാണ്, തൻ്റെ ഇടമാണ് പെരുന്ന അല്ലെങ്കിൽ NSS ആസ്ഥാനം എന്ന് ആവർത്തിച്ചുറപ്പിക്കുന്ന ഒരു രമേശ് ചെന്നിത്തലയാണ് നമ്മളവിടെ കണ്ടത്. പിന്നെ നിങ്ങളൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മന്നത്ത് പത്മനാഭൻ്റെ ആശയാവിഷ്കാരങ്ങൾ എങ്ങനെയായിരുന്നു, അദ്ദേഹം നടന്നു തീർത്ത വഴികൾ എങ്ങനെയായിരുന്നു, ഓരോ സമര കാലഘട്ടത്തിലും അദ്ദേഹം എടുത്ത നിലപാട് എന്തായിരുന്നു തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സ്പർശിച്ചു പോകുന്ന ഒരു പ്രസംഗമാണ് രമേശ് ചെന്നിത്തല ഇന്ന് നടത്തിയത്. അതിൽ മുതുകുളം പ്രസംഗത്തെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. ഉണ്ണിസാർ ശ്രദ്ധിച്ചു കാണുമല്ലോ. മുതുകുളം പ്രസംഗം അത് എല്ലാവർക്കും വേണ്ടി നടത്തിയതാണ് എന്ന് പറയുന്നതിലൂടെ കൊടുക്കുന്നതും ഒരു രാഷ്ട്രീയ സന്ദേശമാണ്. കാരണം SNDPയുടെ പിന്തുണ ഇതിനകം തന്നെ വെള്ളാപ്പള്ളി നടേശൻ തന്നെ പറഞ്ഞു, NSSുമായി ചേർന്ന് പോകുന്നത് നല്ലതാണ്, രമേശ് ചെന്നിത്തല ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് ഏറ്റുപറയാൻ മടിയില്ലാത്ത വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട്
അതുകൊണ്ട് NSSഉം ചെന്നിത്തലയും ചേർന്ന് പോകണം എന്ന പ്രതികരണം അന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതും ഇപ്പോൾ ഈ പ്രസംഗത്തിൽ മതനിരപേക്ഷതയെക്കുറിച്ച് പറയുന്നത്, ചേർന്ന് പോകുന്നതിനെക്കുറിച്ച് പറയുന്നത്, മുതുകുളം പ്രസംഗത്തെക്കുറിച്ച് പറയുന്നത്, അങ്ങനെ ശ്രേഷ്ഠവും കുലീനവുമായ ആ ബ്രാൻഡിനൊപ്പം ഞാൻ നിന്നുകൊണ്ട് എല്ലാവരെയും ഞാൻ ചേർത്ത് പിടിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി രമേശ് ചെന്നിത്തല താൻ എന്താണ് എന്നുള്ളത് ഇന്ന് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയായിരുന്നു. NSS മുന്നോട്ട് വയ്ക്കുന്ന മതനിരപേക്ഷത പാലിക്കാൻ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ കുറിച്ച് പറഞ്ഞ വാചകമാണ്. ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി അടക്കം ജാഗ്രത പാലിക്കുന്നുണ്ട്. കത്തിച്ചു വെച്ച നിലവിളക്ക് പോലെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നതാണ് ആ പ്രയോഗിച്ച വാചകം. ആ കത്തിച്ച നിലവിളക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശം പരത്തുകയാണ്. അതിനപ്പുറം ഒരു വിശേഷണം ജി സുകുമാരൻ നായർക്ക് ആ വേദിയിൽ കൊടുക്കാനില്ല. വലിയ കയ്യടിയായിരുന്നു ഈ വാചകങ്ങളൊക്കെ പറയുമ്പോൾ. കത്തിച്ചു വെച്ച നിലവിളക്ക് പോലെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ പ്രതിനിധി സമ്മേളനത്തിൽ ഉണ്ടായിരുന്ന ആളുകളുടെയൊക്കെ വലിയ കയ്യടിയാണ് അവിടെ ഉയർന്നത്. അതോടൊപ്പം ഉണ്ണി സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളിൽ നിന്ന് ഭരണകൂടം അകന്നുപോയാൽ ജനങ്ങളെ മുന്നിലെത്തിക്കുമെന്ന് വിമോചന സമരം വഴി മന്നത്ത് പത്മനാഭൻ കാണിച്ചു തന്നു. അത് നിലവിലുള്ള ഭരണകൂടത്തിന്, പിണറായി വിജയൻ സർക്കാരിനും ബാധകമാണ്. NSSന്റെ പോരാട്ടം, ശബരിമലയിൽ വിശ്വാസ സമൂഹത്തിന് വേണ്ടി പോരാടിയത്, അങ്ങനെ NSSന്റെ പിന്തുണ തനിക്കൊപ്പം ഉണ്ടാകും എന്നുള്ളത് അദ്ദേഹം ഓരോ വാചകങ്ങളിൽ കൂടി ഉറപ്പിക്കുകയാണ്. ഇനി ഇത് കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കോൺഗ്രസിൽ നിലവിലുള്ള സമവാക്യം എന്താണ്? നേരത്തെ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ചെയ്യുന്നു, രമേശ് ചെന്നിത്തല മന്നത്ത് പത്മനാഭനെ കുറിച്ച് പറഞ്ഞത് തന്നെക്കുറിച്ചാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് അങ്ങ് പറഞ്ഞു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിനുള്ളിൽ മാറി വരുന്ന ആ സമവാക്യങ്ങളിൽ എത്രത്തോളം ശക്തനാണ് താനെന്നും തൻ്റെ പിന്നിൽ ആരൊക്കെയുണ്ട് എന്നുള്ളതും കൃത്യമായി രമേശ് ചെന്നിത്തല അവിടെ ഡിസ്പ്ലേ ചെയ്യുകയാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇങ്ങോട്ട് വരാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് മുതൽ രമേശ് ചെന്നിത്തലയുടേതായ കൃത്യമായ നിർദ്ദേശങ്ങളുണ്ടാകും. രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്ന പേരുകൾ അതുകൂടി ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഇവിടെ VD സതീശൻ, K സുധാകരൻ അഭിപ്രായ അനൈക്യം നിലനിൽക്കുന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് മുതിർന്ന നേതാക്കൾക്കിടയിലും യുവ നേതാക്കളിൽ ഒരു ഭാഗം, കാരണം ഇത്രയും പിന്തുണ കാണുമ്പോഴേക്കും എല്ലാവരുടെയും മനസ്സിലൊരു ചാഞ്ചാട്ടം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് അത് വരും. മാത്രമല്ല മുസ്ലിം ലീഗിന് പ്രിയപ്പെട്ടവൻ രമേശ് ചെന്നിത്തല തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. മുസ്ലിം ലീഗിന്റെ പൂർണ്ണമായ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടാകും. അപ്പോൾ കൂടുതൽ കരുത്തനായി രമേശ് ചെന്നിത്തല മാറുകയാണ്. അതിന് ഈ ബ്രാൻഡിംഗ് തനിക്ക് ഗുണകരമാകും എന്നുള്ളത് രമേശ് ചെന്നിത്തല തിരിച്ചറിയുന്നുണ്ട്. പരസ്പരം ഈ ബ്രാൻഡിനെ അംഗീകരിച്ചിരിക്കുന്നു NSSഉം രമേശ് ചെന്നിത്തലയും എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ ടേക്ക്. ബ്രാൻഡ് അംഗീകരിച്ചു എന്നായിരുന്നു ചോദ്യം. അംഗീകരിച്ചുവെന്ന് 4 പേർ. Meet the editors.